വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ഗസ്റ്റ് നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട് സന്ധ്യ രഘുമാർ. സന്ധ്യ നമ്മുടെ ഈ ലേഡീസ് ലോഞ്ചിന്റെ ഈ ഒരു എപ്പിസോഡിലൊക്കെ ഒത്തിരി സന്തോഷത്തോടു കൂടെ തന്നെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ സന്ധ്യയെ കുറിച്ച് ശരിക്കും പറയാനാണെങ്കിൽ ഞാനൊരു ചെറിയൊരു ക്യാപ്സൂൾ ഫോമിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഹെൽത്ത് കെയർ ഫീൽഡിലായിരുന്നിട്ട് പോലും സമൂഹത്തിന് കുറെ നന്മകൾ ചെയ്യണമെന്ന് മനസ്സിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ സമൂഹത്തിന് വേണ്ടി കുറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ ലേഡിയാണ് നമ്മുടെ സന്ധ്യ രഘുകുമാർ എന്ന് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ സന്ധ്യനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒറ്റയാൾ പോരാട്ടം ചെയ്യുന്ന ഒരു സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ സൂപ്പർ ലേഡി എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ്. അപ്പൊ സന്ധ്യ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് ബ്രീഫായിട്ട്, ഞാൻ ഓൾറെഡി എല്ലാം ഒരു ഇച്ചിരിയൊക്കെ പറഞ്ഞു, എങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ഞാൻ മെഡിക്കൽ ഫീൽഡാണ് വർക്ക് ചെയ്യുന്നത്. എസ്തറ്റീഷ്യൻ ആൻഡ് ലേസർ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് എൻ്റെ പ്രൊഫഷൻ. ബട്ട് പാഷനായിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊന്നാണ് ഈ പറഞ്ഞ പോലെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് കൂടാതെ കുറച്ച് ചെറുതായിട്ട് സോഷ്യൽ ആക്ടിവിറ്റീസ് എന്ന് പറയാൻ പറ്റില്ല. കാര്യം നമ്മൾ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി അല്ലേ. നമ്മളൊരു സമൂഹത്തിനൊരു സേവനം ചെയ്യാന്നുള്ളതല്ല, നമ്മൾ കടമ ചെയ്യാന്ന് വേണം പറയാൻ. എങ്കിൽ പോലും അതിനൊരു അവസരം ദുബായിൽ, ഞാനിപ്പോൾ 23 വർഷമായി ദുബായിലായിട്ട്. ഞാൻ എൻ്റെ ഒരു കംഫർട്ടബിൾ സോണിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ ജീവിക്കാന്ന് പറയുമ്പോൾ അവിടെ ഞാൻ, എൻ്റെ കുടുംബം അല്ലേ, അത്രേ ഉള്ളൂ, എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കുട്ടികൾ, ആ ഒരു ഇത് മാത്രമേ നമുക്ക് വരുന്നത്. പക്ഷെ ഒരു കോവിഡ് എന്ന് പറഞ്ഞൊരു കുഞ്ഞു വൈറസ് വേണ്ടി വന്നു നമ്മളെ ഒരു സാമൂഹികപരമായിട്ടും കൂടി മറ്റുള്ളവരെ പറ്റി കൂടി ചിന്തിക്കാനായിട്ടായിട്ട് ഒരു റിയലൈസേഷൻ ഉണ്ടാവുകയുണ്ടായി. ശരിക്കും അതാണ്. അതുവരെ നമ്മുടെ ഒരു കംഫർട്ടബിൾ സോണിൽ ഇരുന്ന് ജീവിച്ചു. മറ്റുള്ളതിനെ പറ്റി ഒന്നും നമ്മൾ വറീഡല്ല. നമ്മളെ കൂടാതെ മറ്റൊരു ലോകം പുറത്തുണ്ടെന്നുള്ളതും അവിടെ കഷ്ടപ്പാടുകൾ ഒരുപാടുണ്ട്. നമ്മൾ ഭയങ്കര ഇതിൽ ജീവിക്കുന്നത് നല്ലതല്ല എൻ്റെ അർത്ഥം. എങ്കിൽ പോലും നമ്മളൊരു കംഫർട്ടബിൾ സോണിലാണ്. പക്ഷെ ഈ കോവിഡ് വന്നു കഴിഞ്ഞാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമൂഹത്തില് ഒരുപാട് ആളുകൾ സഹായം ആവശ്യമുള്ള, അല്ലെങ്കിൽ നമ്മൾ സഹായം അർഹിക്കുന്ന, നമ്മൾ കൈപിടിക്കേണ്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ദുബായിലും ഉണ്ട് എന്നുള്ളത്. അപ്പൊ ദുബായിയുടെ വേറൊരു മുഖമാണത്. അപ്പൊ ആ സമയത്താണ് ഞാൻ ആക്ച്വലി വാസ്തവത്തിൽ ആ ഒരു കോവിഡിന്റെ ഷെല്ല് പൊട്ടിച്ച്, ആ ഒരു കോവിഡാണ് എൻ്റെ ഒരു ഷെല്ല് പൊട്ടിച്ച് പുറത്തേക്ക് സമൂഹത്തിലേക്കും കൂടി ഞാനെന്നുള്ള ഒരു ചിന്താഗതി മാറ്റി നമ്മൾ എന്നൊരു ചിന്താഗതിയിലേക്ക് എന്നെ കൊണ്ടുവന്നത് കോവിഡാണ്. അതെന്റെ മാത്രം അനുഭവമായിരിക്കില്ല. ഒരുവിധപ്പെട്ട ഇപ്പോഴുള്ള സോഷ്യൽ വർക്കേഴ്സ് എല്ലാം ഈ കോവിഡ് മൂലം പുറത്തേക്ക് ഇറങ്ങി സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്ത് ഒരുപാട് പേര് ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാനും അതിലൊരാളായിരുന്നു. കാര്യം ഞാൻ ഫാമിലി നാട്ടിലായി പോയി, ഞാനിവിടെ ഒറ്റപ്പെട്ടു പോയി. അങ്ങനെ ഒരു പ്രശ്നം കൂടെ വന്നിരുന്നു ആ സമയത്ത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ സമയത്ത് റിപ്പോർട്ടർ ചാനലിൽ ഒരു 3 മാസം കോവിഡ് ഹെൽപ്പ് ഡെസ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ദുബായിയുടെ കോർഡിനേറ്റർ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തത്. ആ സമയത്തെ പറ്റി ഒന്നും അറിയാലോ അല്ലേ, ആ സമയത്തെ പറ്റി ഒന്നും പറയാതിരിക്കേണ്ട ഭേദം. ഒരുപാട് ആളുകൾ ഇവിടെ ഒന്ന് പെട്ടുപോയി. വിസിറ്റ് വിസയിൽ വന്ന ചെറിയ പെൺകുട്ടികളൊക്കെ ആഹാരത്തിന് ബുദ്ധിമുട്ട്, മരുന്നിന് ബുദ്ധിമുട്ട്, താമസ സൗകര്യത്തിന് ബുദ്ധിമുട്ട്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ ദുബായിലെ നമ്മള് 7 എമിറേറ്റ്സ് കൂടാതെ ഒരു വേൾഡ് വൈഡ് ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിരുന്നത്. ഓൾ GCC കൺട്രീസും വെസ്റ്റേൺ കൺട്രീസും എല്ലാം ഉൾപ്പെടെ. അതിനകത്ത് നമ്മളുടെ എല്ലാവരും ഒരുവിധപ്പെട്ട മെയിൻ ചാരിറ്റി സംഘടനകളും, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പോലുള്ള സംഘടന, KMCC, ഇൻകാസ്, ഇങ്ങനെ അവരുടെ കൂടെയൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ എനിക്ക് അന്നൊരു വലിയൊരു അവസരം കിട്ടി എന്നുള്ള ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആ സമയത്താണ് യഥാർത്ഥത്തിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യേണ്ട കടമകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കിട്ടിയത്. രാവിലെ 4 മണി തൊട്ട് ഫോൺ കോൾ, ഇവിടുത്തെ 4 മണി തൊട്ട് ഫോൺ കോൾ തുടങ്ങും. അതായത് നാട്ടിലുള്ള ആൾക്കാരാണ് ഇവിടെ പെട്ടുകിടക്കുന്നത്. അപ്പം നമ്മൾ ചാനൽ വഴി നമ്മുടെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ കൊടുക്കാനുള്ള പെർമിഷൻ കൊടുത്തിരുന്നു. അപ്പൊ നാട്ടിലുള്ളവര് അവിടുന്ന് നമ്മളെ ഇങ്ങോട്ട് വിളിക്കുകയാണ്. ഇന്ന അടുത്ത് എൻ്റെ അച്ഛനുണ്ട്, എനിക്ക് അച്ഛനും തീർത്തും വയ്യാണ്ട് കിടക്കുന്നു, മെഡിസിൻ ഇല്ല, സഹായിക്കണം. മകൻ ജോലി ഇല്ലാണ്ട് ജോലി അന്വേഷിച്ച് വന്നതാണ്, ആഹാരമില്ല, സഹായിക്കണം. അങ്ങനെ ഒരുപാട് കോളുകൾ അന്ന് നമ്മൾ വന്നു. 4 മണി. ഇപ്പൊ ആ സമയത്താണ് നമ്മൾ ശരിക്കും നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കൊണ്ട് പോലും സമൂഹത്തിന് ഒരു ആവശ്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയത്. പിന്നെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ആ ഒരു പിടിവള്ളി വിടാൻ തോന്നിയില്ല. നമ്മൾ വീണ്ടും 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 കൂടുതൽ ചെയ്തു എന്ന് പറയാൻ പറ്റില്ല, ശ്രമിക്കുന്നു. എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കുന്നു. ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ടൈമില് സന്ധ്യ എങ്ങനെ ചെയ്തപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൂടെയുള്ള സഹജീവിയും ഇതുപോലെ ഒന്ന് സഹായിക്കുമ്പോൾ കിട്ടുന്ന അവരുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരി, നമ്മുടെ ലൈഫിൽ ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റൊരാളെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹാപ്പിനെസ്സിലും വളരെ വലിയ ഹാപ്പിനെസ് ആയിട്ട് ഒന്നുമില്ല. എത്ര പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, എന്തൊക്കെ ഒരു ഭയങ്കര അടിപൊളി ലൈഫായിട്ട് ഒന്നും കാര്യമില്ല. ബാക്കിയുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ചെറിയ സന്തോഷമാണ് ശരിക്കും ഏറ്റവും വലിയ ഒരു ഹാപ്പിനെസ് തോന്നില്ല. അതുകൊണ്ടായിരിക്കും മേ ബി സന്ധ്യ പറഞ്ഞ പോലെ ഇപ്പോഴും ആ ഒരു ത്രെഡ് വിടാതെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സത്യമാണ്. കാര്യം നമ്മള് മറ്റൊരാളുടെ മുഖത്തെ പുഞ്ചിരിക്ക് കാരണമാകുന്നുണ്ടെങ്കിൽ അതിലും വലിയൊരു സന്തോഷം നമുക്ക് ഈ ഭൂമിയിൽ കിട്ടാനില്ല. കാര്യം നമ്മൾ വീട്ടിൽ നമ്മൾ ഓക്കെയാണ് അല്ലെ. നമ്മൾ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും
അവര് ഒരു റോളിലല്ല ജീവിക്കുന്നത് അല്ലെ, പല 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 റോളുകളുണ്ട്. മൾട്ടി ടാസ്ക്. നമുക്ക് വീട്ടിലൊരു ഫേസ് ആയിരിക്കും, നമുക്ക് ജോലി സ്ഥലത്ത് മറ്റൊരു ഫേസ് ആയിരിക്കും അല്ലെ. അപ്പം നമ്മൾക്ക് കൂടുതൽ നമ്മൾ ഹൃദയം കൊണ്ട് അടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ് ഈ നമ്മൾ സമൂഹത്തിൽ ഇറങ്ങി അവരുടെ കൂടെ നിൽക്കുക, സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാന്ന് പറഞ്ഞത്. അത് ആക്ച്വലി ഞാൻ വീണ്ടും പറയുന്നു, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആണ് കേട്ടോ. അല്ലാതെ അത് നമ്മൾ അവർക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു എന്നല്ല. ഇറ്റ്സ് നോട്ട് ചാരിറ്റി, ഇറ്റ്സ് നോട്ട് സോഷ്യൽ വർക്ക്, അവർ റെസ്പോൺസിബിലിറ്റി. നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യേണ്ട കടമകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനകത്തുനിന്ന് ശരിക്കും കേട്ടോ ഭയങ്കര ഒരു സന്തോഷം. അതായത് ഈ കോവിഡ് ടൈമില് ഒരുപാട് പേര്, അവര് ഗർഭിണികളൊക്കെ നമ്മൾ യാത്ര ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഞാനെപ്പോഴും ഓർക്കുന്ന ചാനലിലൊക്കെ ഇരുന്നിട്ട് അവർക്ക് വേണ്ടി കുറെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ കുറെ ഫൈറ്റ് ചെയ്ത കൂട്ടത്തിലാണ്. പക്ഷെ നമ്മൾ ആവശ്യപ്പെട്ട അനുസരിച്ച് ഇവൻ KMCCയുടെ പ്രൈവറ്റ് ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു, വന്ദേ ഭാരതിന്റെ ഫ്ലൈറ്റുകൾ ഉണ്ടായിരുന്നു. അവരിലൊക്കെ നമുക്ക് പറഞ്ഞ രീതിയിൽ ഗർഭിണികളെ കയറ്റി വിടാൻ പറ്റി. ഒരു ക്യാൻസർ പേഷ്യന്റ്, അതൊക്കെയാണ് നമ്മളെ ഹൃദയത്തോട് ചേർത്ത് എടുക്കുന്ന കാര്യങ്ങൾ. ഒരു ക്യാൻസർ പേഷ്യന്റ് എമർജൻസി സർജറിക്ക് പോകേണ്ടി വന്നിരുന്നു. ഈ പറഞ്ഞ പോലെ വലിയ വലിയ ബുദ്ധിമുട്ടുകളായിരുന്നു. പക്ഷെ തമ്പുരാന്റെ കൃപ കൊണ്ട് അവരെ കയറ്റി വിടാൻ പറ്റി. അത് എന്റെ മാത്രമല്ല കേട്ടോ, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുടെ പ്രവർത്തനമാണത്. അതുപോലെ ഒരു സഹോദരൻ അബുദാബിയിലുള്ള ആളാണ്, ഉമ്മ മരിച്ചിട്ട് പുള്ളി കരഞ്ഞ കരച്ചിൽ ഇപ്പോഴും ചെവിയിലുണ്ട്. പുള്ളിക്ക് വേറൊന്നും വേണ്ട, അവസാനമായിട്ട് അമ്മേനെ ഒന്ന് കാണണം. അത് നമ്മുടെ എല്ലാവരുടെ ഒരു അവകാശമാണ് അല്ലെ, ആഗ്രഹമാണ്. അതിന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നു. കാര്യം എയർപോർട്ടിൽ ചെന്ന് ഇറങ്ങിയാലും അറിയാം കോവിഡ് ആയതുകൊണ്ട് ആ സമയം ക്വാറന്റൈൻ ഡയറക്ട്ലി അവിടുന്ന് കൊണ്ടുപോകുന്നു. അതൊക്കെ പിന്നെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുപാട് പേര് സംസ്ഥാന സ്റ്റേറ്റ് ഗവൺമെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പുള്ളിനെ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ ഒരു കിറ്റൊക്കെ ഇടിപ്പിച്ചിട്ട് കൊണ്ടുപോയി ഉമ്മേനെ അവസാനമായിട്ടൊന്ന് കാണാൻ സാധിച്ചു. അത് കഴിഞ്ഞ് നേരെ അവിടുന്ന് ക്വാറന്റൈൻ അങ്ങനെ കുറെ ആൾക്കാർക്ക് നമ്മൾക്ക് അവരുടെ ആ ഒരു മാനസിക പ്രയാസം എന്താണെന്നും ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് സമൂഹത്തെ അറിയണമെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ ഷെല്ലിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. നമ്മുടെ കംഫർട്ടബിൾ ഷെല്ലിനകത്ത് വി ആർ ഓൾവേസ് കംഫർട്ടബിൾ ദർ. നമ്മൾ മറ്റൊന്നിനെ പറ്റി ചിന്തിക്കുന്നില്ല. ബട്ട് വി ഹാവ് ടു ഡു സംതിങ് ഫോർ ദ സൊസൈറ്റി. അങ്ങനെ ഉണ്ടെങ്കിൽ വി ഹാവ് ടു കം ഔട്ട് ഫ്രം ദ കംഫർട്ടബിൾ. അത് നമ്മൾ തന്നെ പൊട്ടിക്കണം. അതെ അതെ, എനിക്ക് തോന്നുന്നു നമ്മളിൽ പലരും മനസ്സിൽ നന്മയുള്ളവരാണ്. ഇതുപോലെ തന്നെ സോഷ്യൽ വർക്ക് ചെയ്യണമെന്നും അല്ലെങ്കിൽ സമൂഹത്തിനും കമ്മ്യൂണിറ്റിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളവരാണ്. പലപ്പോഴും നമ്മൾ പലരുടെയും സങ്കടം കാണുമ്പോൾ ഉള്ളുകൊണ്ട് നമ്മളും വേദനിക്കാറുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ ഒരു ഷെല്ല് പൊട്ടിച്ചെങ്ങനെ പുറത്തേക്ക് വരണം, അല്ലെങ്കിൽ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു ഡൗട്ടിൽ ഇരിക്കുന്നവരാണ് മിക്കവരും. എല്ലാ മനുഷ്യരും ഈ പറഞ്ഞ പോലെ നന്മയുള്ളതാണ്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. അതൊരു ഒരു ടാസ്ക് തന്നെയാണ്. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ചെറിയ വൈറസ്, ഒരു COVID-19 എന്നുള്ള ചെറിയ വൈറസ് നമ്മൾ ഒരുപാട് പഠിപ്പിച്ചു എന്നുള്ളതാണ്. നമ്മൾ കുറെ പഠിച്ചു. അതായത് ചേർത്ത് പിടിക്കൽ എന്താണെന്നും കരുതൽ എന്താണെന്നും ഷെയറിങ് എന്താണെന്നും അല്ലേ, നമ്മൾ ഒരുപാട് ലോകമെമ്പാടുമുള്ള മനുഷ്യർ പഠിച്ചു എന്നുള്ളതാണ്. അതൊരു തിരിച്ചറിവ് കിട്ടാനായിട്ട് ഒരു കുഞ്ഞൻ വൈറസ് അവതരിക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു വിഷമം എന്ന് പറയുന്നത് തന്നെ. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് സന്ധ്യയെ കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പൊ ഈ ഒരു സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് ശരിക്കും ഒരു ഒറ്റയാൾ പോരാട്ടം തന്നെയായിട്ടാണ്. അതും ആ ഒരു മെസ്സേജ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സൊസൈറ്റിയിലേക്ക് എത്തിക്കുന്നത് ഏകാംഗ അഭിനയം കൊണ്ടാണ്. വൺ മാൻ ഷോ എന്ന് പറയും, പക്ഷെ ഇവിടെ ഇപ്പൊ സന്ധ്യ ആയതുകൊണ്ട് എനിക്കൊന്ന് വൺ വുമൺ ഷോ എന്ന് പറയേണ്ടി വരും. അപ്പൊ അത് ആ ഒരു കോൺസെപ്റ്റിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ആക്ച്വലി നമ്മള് ദിവസേന നമ്മൾ കരുതുന്ന വാർത്തകൾ അല്ലെ, എനിക്ക് 2 ആൺകുട്ടികളാണ്, പെൺകുട്ടികളില്ല. സോ എനിക്കറിയില്ല, പെൺകുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ എനിക്ക് ജീവനാണ്. അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മളെ എന്നെ ഏറ്റവും അധികം വിഷമിപ്പിക്കുന്ന വാർത്തകൾ സ്ത്രീധന പീഡന മരണങ്ങളാണ്. നമുക്കറിയാം, ഒരു കുഞ്ഞ് നമ്മുടെ വയറ്റില്, നമ്മളൊക്കെ സ്ത്രീകളാണല്ലേ, ഒരു ആകുന്ന സമയത്ത് തൊട്ട് നമ്മൾ അനുഭവിക്കുന്ന ഒരു മാനസികമായ സന്തോഷം. അമ്മ കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുമ്പോൾ അച്ഛൻ മനസ്സിൽ ചുമക്കുന്നു എന്നാ പറയുന്നത് അല്ലെ. ആ ഒരു ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിലേക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിലേക്ക് ഒരു പുതിയ വരുമ്പോഴത്തേക്ക് നമ്മൾ അനുഭവിക്കുന്ന സന്തോഷവും അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഓരോ കുഞ്ഞി കാല് വെച്ചുള്ള നടപ്പ് തൊട്ട് ഓരോ ആ ഒരു ഏജിലും ഓരോ വളർച്ചയുടെ ഘട്ടങ്ങളിലും നമ്മൾ കൗതുകത്തോടെ നമ്മൾ കുട്ടികൾ വളരുന്ന കണ്ടു നിൽക്കുന്നത് അല്ലെ. അതുപോലെ ഇരുന്നെഴുന്നേക്കുന്ന കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുന്നു. അതുപോലെ ഏതൊരു അച്ഛനമ്മമാരുടെയും ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് പറയുന്നത് വിവാഹമാണ് അല്ലെ. അത് അവരുടെ സ്വപ്നമാണ്. അപ്പം എല്ലാവരും നമ്മളൊക്കെ അച്ഛന് രാജകുമാരിമാരെന്നാ പറയുന്നത് പെൺമക്കള്. പക്ഷെ എത്ര പെൺകുഞ്ഞുങ്ങളെ കല്യാണം കഴിഞ്ഞ് ഭർത്താക്കന്മാരെ രാജ്ഞിമാരാവുന്നു എന്നുള്ളതൊരു ചോദ്യചിഹ്നമാണ്. അപ്പം സമൂഹമാണ് അതിന് ഉത്തരം നൽകേണ്ടത്. ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന സമൂഹമാണ്. അത് എന്തുകൊണ്ടാണ് ഇതുപോലെ സ്ത്രീധന പീഡന മരണങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നതെന്നൊരു വലിയ ചോദ്യചിഹ്നം. ഓരോ വാർത്തകൾ കേൾക്കുമ്പം
വല്ലാണ്ട് ഹൃദയം വേദനിക്കുകയാണ്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഓരോ മരണങ്ങൾ കഴിയുമ്പോൾ ഇത് ഇപ്പൊ നിൽക്കും എന്ന് പറഞ്ഞാലും പിന്നെയും നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് സെയിം വീണ്ടും സ്ത്രീധന പീഡനം കഴിഞ്ഞ ദിവസം കണ്ടു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ഇത് വല്ലാണ്ട് ഹോണ്ട് ചെയ്ത് എന്താ ഇത് ഇങ്ങനെ. അപ്പൊ നമ്മൾ അറിയാം, ഒരു സാധാരണക്കാരൻ ഒരു മകളെ കെട്ടിച്ചു വിടണമെങ്കിൽ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി പണയം വെച്ച് അവര് പിന്നെ വലിയ കടബാധ്യതയിലെത്തി എത്തിയിട്ടാണ് അവര് കഴിഞ്ഞു, അവരുടെ ജീവിതം അതോടെ കഴിഞ്ഞു. ഒരു കുട്ടീനെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. ഇപ്പോഴത്തെ പെൺകുഞ്ഞുങ്ങൾ അറിയാം, നല്ല എഡ്യൂക്കേറ്റഡ് ആണ്, വിദ്യാഭ്യാസം ഇല്ലാത്തവരാരുമല്ല. നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കണമെങ്കിൽ തന്നെ നല്ല രീതിയിൽ നമ്മൾ പൈസ മുടക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവരുടെ തലയിലേക്ക് ഒരു വലിയ ബേർഡൻ ആയിട്ട് വരികയാണ് ഈ സ്ത്രീധനം. അത് എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ ഒരു ബാധ്യതയായിട്ട് ഇപ്പോഴും കണക്കാക്കുന്നത്? നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെൺകുട്ടികൾ ബാധ്യതയാണോ? അല്ല, ഒരിക്കലുമല്ല. ആൺകുട്ടികൾ ചെയ്യാത്ത എന്ത് കാര്യമാണ് പെൺകുട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്തത്? എന്താണ് എവിടെയാണ് ഈക്വലൈസേഷൻ എന്ന് പറയുന്നത്? അല്ലെ, വിദ്യാഭ്യാസത്തിലാകട്ടെ, ജോലി സ്ഥലങ്ങളിലാകട്ടെ, എല്ലായിടത്തും പെൺകുട്ടികൾ ഏറ്റവും ഉന്നതികളാണ്. അവരുടെ ആകാശം വലുതാണ്. അവർക്ക് പറക്കാനുള്ള ഫ്രീഡം നമ്മൾ കൊടുത്താൽ അവർ പറക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടുന്നത് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. പിന്നെ എവിടുന്നാണ് സ്ത്രീധനത്തിന്റെ ഒരു കൺസെപ്റ്റ് വരുന്നത്? ഇപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് 2 ആൺകുട്ടികളാണ്. ഞാൻ ഒരാൾ തീരുമാനമെടുത്താൽ 2 പെൺകുഞ്ഞുങ്ങളുടെ വീട്ടിൽ സന്തോഷം കൊണ്ടുവരാൻ പറ്റും, ഇല്ലേ? ഞാൻ ചെയ്യുന്നത് എന്റെ കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. നാളെ ഒരു പെൺകുട്ടീനെ അവന് സ്വന്തം കാലിൽ നിന്ന് പോറ്റാൻ പ്രാപ്തിയാകുമ്പോൾ മാത്രം അവൻ കല്യാണം കഴിച്ചാൽ മതി. ആ ഒരു ഡിസിഷൻ എനിക്ക് എടുക്കാൻ പറ്റും, ഇല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് വെച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യും, അതൊക്കെ എന്തൊരു ബാഡ് തോട്ടാണ്, അല്ലെ? ഞാൻ പറഞ്ഞ ഒരു ജനറേഷൻ അങ്ങനെ ആയിപ്പോയി. അടുത്ത ജനറേഷൻ, പുതിയ തലമുറയോടാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയുള്ള നമുക്ക് മാറ്റങ്ങൾ നമുക്ക് വരുത്താം. വിപ്ലവങ്ങൾ എപ്പോഴും വീടുകളിൽ നിന്നാവണം എന്നാണ്. അപ്പൊ നമ്മൾ സ്വയം ചിന്തിക്കുക. ഇത് കേൾക്കുന്ന ഓരോരുത്തരോടും, ഓരോ പ്രേക്ഷകരോടും എന്റെ അഭ്യർത്ഥനയാണ്, ആൺമക്കളുള്ളവര് ഒരു തീരുമാനം എടുക്കുക. സ്ത്രീധനം വേണ്ട. എന്തിന്? എന്റെ മകൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? മറ്റൊരു പെൺകുഞ്ഞിന്റെ വീട്ടിൽ നിന്ന് പൈസ കൊണ്ടുവന്നിട്ട് അവൾക്ക് ആഹാരം കൊടുക്കാനായിട്ട്? അവള് വിദ്യാഭ്യാസം ഉള്ളവളായിരിക്കും, അവൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ജോലിക്ക് വിടുക. നല്ല ഡിഗ്രി ഒക്കെ എടുത്ത് നല്ല കലാപരമായിട്ടൊക്കെ ഉള്ള എത്ര പെൺകുട്ടികൾ അടുക്കളയുടെ 4 ചുവരിനകത്ത് ഒതുങ്ങിപ്പോകുന്നു. അവരുടെ വഴിക്ക് അവരെ പറക്കാൻ അനുവദിക്കുക. അതാണ് നമ്മൾ ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ടത്. അതുപോലെ പെൺകുട്ടികളുള്ള അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പെൺകുട്ടികൾക്ക് എന്ത് കുറവുണ്ടായിട്ടാണ് അവരെ നിങ്ങൾ കച്ചവടച്ചരക്കാക്കുന്നത്? അല്ലേ? അത് സമൂഹത്തിനോട് നമ്മുടെ ചോദ്യമാണ്. അവരും ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ വെച്ചത് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ വേണ്ട, കല്യാണം കഴിക്കുള്ളൂ. എന്റെ മോൾക്ക് സമാധാനം കിട്ടുന്ന കാര്യം, എനിക്ക് 3 പെൺമക്കളാണ്. അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ ആകെ ചെയ്യാൻ പോകുന്നത് അവരുടെ എഡ്യൂക്കേഷൻ ഞാൻ മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യും. അവർക്ക് എന്ന് കല്യാണം കഴിക്കണമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കണോ അവരെന്ന് ഡിസൈഡ് ചെയ്യുന്നു. ഏതൊരു നല്ലൊരു പയ്യന്റെ അടുത്തേക്ക്, അതായത് 5 പൈസ ചോദിച്ചാൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക, കൊടുക്കാതിരിക്കുക. കാര്യം നമ്മുടെ മകളാണ് നമ്മുടെ സ്വത്ത് എന്നുള്ളത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട്, ഇപ്പം സന്ധ്യ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റേജും അത്രയും ഇതായിട്ടാണ് നമ്മൾ വളർത്തിക്കൊണ്ട് വരുന്നത്. ഞാനും വിചാരിക്കും ഇതുപോലെ, പ്രത്യേകിച്ച് 3 പെൺകുട്ടികളുടെ അമ്മ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ഓരോരോ ന്യൂസ് കേൾക്കുമ്പോഴേ എനിക്കും എന്നെയും വല്ലാതെ അത് വേട്ടയാടാറുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ ഒരു അമ്മയ്ക്ക് ചെയ്യാൻ? അതും ചിലപ്പോ ആ വീട്ടിലും ഈ പറഞ്ഞ പോലെ പെൺകുട്ടികളുള്ള വീടുകളിൽ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. പെൺകുട്ടികളില്ലാത്ത വീടുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പൊ രണ്ടാമത്തെ കാര്യം എനിക്ക്, അതുപോലെ പെൺകുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കൊരു കുറവുമില്ല. സ്ത്രീധനം നൽകി ഒരാളുടെ ലൈഫിലേക്ക് നമ്മൾ കയറി ചെല്ലേണ്ട ഒരു ആവശ്യവും നിങ്ങൾക്കില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, വിവാഹം ഒരു സെക്കൻഡറി ആണ്, ഒരു ലൈഫിന്റെ അൾട്ടിമേറ്റ് അല്ല വിവാഹം എന്ന് പറയുന്നത്. വിവാഹം വേണം, വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് ആദ്യം നല്ല രീതിയിൽ പഠിക്കുക. അതിനിടയ്ക്ക് പ്രണയത്തിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും ഒന്നും പോകാതിരിക്കുക. സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം പഠിക്കുക. കാര്യം നിങ്ങൾക്ക് സ്വന്തമായ ഒരു ജോലി ഉണ്ടെങ്കിൽ, ഒരു ഇൻകം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിലയുണ്ട്, അല്ലെ? എവിടെ ചെന്നാലും ഒരു വില. കാര്യം നമ്മൾ ഒരു ആവശ്യത്തിന് ഒരു 10 രൂപയ്ക്ക് ഒരാളുടെ മുന്നിൽ കൈനീട്ടേണ്ട ഒരു ഗതി നമുക്ക് ആവശ്യമില്ല. അവിടെ തന്നെ നമ്മളോടുള്ള ആ ഒരു അതാണ് റെസ്പെക്ട്. ആ ഒരു സെൽഫ് റെസ്പെക്ട് പെൺമക്കളെ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതൊരിക്കലും ആരുടെ മുമ്പിലും നിങ്ങൾ ആത്മാഭിമാനം നിങ്ങൾ പണയപ്പെടുത്തരുത്. ആ ഒരു റെസ്പെക്റ്റിൽ തന്നെ സ്വയം സ്നേഹിക്കുക, സെൽഫ് റെസ്പെക്റ്റിൽ മുന്നോട്ട് പോവുക. ജീവിത വിജയം നമുക്കുണ്ടാകും. പിന്നെ അച്ഛനമ്മമാരോട് എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ മക്കളാണ്, സൊസൈറ്റി നോക്കിയിട്ടല്ല. ഒരു പെൺകുഞ്ഞിനെ കല്യാണം കഴിച്ചു വിട്ടാൽ അവൾക്ക് ആ വീട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോകുമ്പോൾ അവളോട് പറയേണ്ട ഒരു വാക്കുണ്ട്, അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ട് നീ അവിടെ അങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കണ്ട. പ്രശ്നങ്ങളുണ്ടെങ്കിൽ അച്ഛനും അമ്മയോട് പറയുക. പറഞ്ഞു തീർക്കാൻ പറ്റി മുന്നോട്ട് പോകാൻ പറ്റുന്ന ബന്ധമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് പറ്റുന്നില്ലെങ്കിൽ അവിടെ കിടന്ന ആ ചവിട്ടും തൊഴിയും കൊണ്ട് അവസാനം ഒരു ആത്മഹത്യയിലേക്ക് പോകാൻ ഇടയാകാതെ, നിന്റെ മുറി ഇവിടെ നിനക്കുണ്ട്, നിന്റെ അച്ഛനും അമ്മയും ഇവിടെ ജീവനോടെ ഉണ്ട്. ആ ഒരു ഉറപ്പ് കൊടുത്ത് വേണം ഓരോ പെൺകുട്ടികളെയും നമ്മൾ വിവാഹം കഴിപ്പിച്ച്. കാരണം നമ്മളിപ്പോ അത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകളും കൊലപാതകങ്ങളും സ്ത്രീധനത്തിന്റെ പേരിൽ ഉണ്ടാകുന്നത്?
അതിൽ നമ്മൾ പല പെൺകുഞ്ഞുങ്ങളും കരഞ്ഞു പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് പറ്റുന്നില്ല അച്ഛാ, എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകും, നിങ്ങൾ എന്നെ കാണില്ല ഇനി എന്നല്ലേ. അപ്പോഴെങ്കിലും നമ്മൾ സമൂഹത്തെ, സൊസൈറ്റിയെ പറ്റി ചിന്തിക്കാതെ എന്റെ കുഞ്ഞാണ്, എന്റെ പ്രാണനാണ് എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ പല കുഞ്ഞുങ്ങളും ഇന്നും നമ്മുടെ കൂടെ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നേനെ. അവിടെ അച്ഛനമ്മമാരുടെ ഒരു വലിയ ഒരു എന്താ പറയാ, ഒരു മിസ്റ്റേക്ക് തന്നെ പറയാം. അവരെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങളെ, ബട്ട് അതുണ്ട്. എപ്പോഴും നമ്മൾ നമ്മുടെ മക്കൾക്ക് കരുത്ത് പകരുക, അവരുടെ ചിറകിന് എപ്പോഴും നമ്മൾ കരുത്തായിരിക്കുക. അവരോട് പറയുക പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിത പ്രശ്നങ്ങളുണ്ട്, എല്ലാ ലൈഫിലും പ്രശ്നം. പക്ഷേ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ, ഈ സ്ത്രീധനത്തെ പറ്റിയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ, നിങ്ങളത് മാതാപിതാക്കൾ അത് ഏറ്റെടുക്കുക. കുഞ്ഞുങ്ങളെ നിങ്ങൾ സേഫ് ആയിട്ട് തിരിച്ച് നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവരിക. ഒന്നുമില്ലെങ്കിലും മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാവുമല്ലോ, നമുക്ക് അതല്ലേ അത്യാവശ്യം. അതുകൊണ്ട് എപ്പോഴും ചിന്തിക്കണം, സമൂഹത്തെ വിട്ടേക്കുക. സമൂഹമല്ല നമുക്ക് ചെലവിന് തരുന്നത് എന്ന് വെച്ചാൽ സമൂഹത്തെ മാനിക്കരുതെന്നല്ല ഞാൻ ഈ പറയുന്നത്. പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യം വരുമ്പോൾ തീരുമാനം നമ്മളുടേതാകണം. ഇനിയും സ്ത്രീധന പീഡന മരണങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ വന്നപ്പം ഇതിനെതിരെ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നി. അപ്പൊ ഏത് രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഞാനിങ്ങനെ ആലോചിച്ചപ്പം ഞാൻ ഈ ചെറുതായിട്ടൊക്കെ അഭിനയിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ തന്നെ ഒരു ദിവസം ഒരു എന്താ പറയുക, പെട്ടെന്നൊരു തോന്നലുണ്ടായി. ഏകാംഗ നാടകം, ഞാൻ സത്യം പറഞ്ഞ ഏകാംഗ നാടകങ്ങളെ പറ്റി അധികം കേട്ടിട്ട് പോലുമില്ല. അപ്പൊ ഞാൻ ഈ ഏകാംഗ നാടകങ്ങൾ എന്താണെന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പം ഒരാള് ഒറ്റയ്ക്ക് സമൂഹത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ് ഈ ഏകാംഗ നാടകങ്ങൾ എന്ന് പറയുന്നത്. അതിന് പ്രത്യേകിച്ച് സ്ക്രിപ്റ്റ് വേണ്ട. എന്റെ ഒരു നാടകങ്ങൾക്കും സ്ക്രിപ്റ്റ് ഇല്ല, ഡയറക്ഷൻ ഇല്ല, ഓൺ ദ സ്പോട്ട് ആണ്. പക്ഷെ ഞാൻ എനിക്ക് ബൈ ഹാർട്ട് ചെയ്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല, എനിക്ക് എഴുതി പഠിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ ഉള്ളിൽ വരുന്ന എന്താണോ ആ സ്പോട്ടിൽ പറയാന്നുള്ളതല്ലാതെ എനിക്ക് ഒരു മനപ്പാഠം പഠിച്ച് ഹോംവർക്ക് ചെയ്തൊന്നും എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫ്ലോപ്പാണ്. ഞാൻ ആദ്യമായിട്ട് ചെയ്തത് ഒരു ഷാർജയിൽ ഒരു പ്രോഗ്രാമിനകത്താണ്. അപ്പൊ സത്യത്തിൽ പറഞ്ഞാല് അവിടുത്തെ സംഘാടകർ എന്നോട് 9 മണിക്ക് സ്റ്റേജ് തരുമെന്ന് പറഞ്ഞു കേട്ടോ. നല്ല ഗാനമേള നടക്കുവാണ്, ആൾക്കാരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഇരിക്കുക. 9 മണിയായി, 10 മണിയായി, ഇവർ എനിക്ക് സ്റ്റേജ് തരുന്നില്ല. അവസാനം ഞാൻ അങ്ങോട്ട് ഇന്ന് ചോദിച്ചു, 10 മണിയായി, എനിക്ക് തിരിച്ചു പോകണം, നാളെ ഡ്യൂട്ടി ഉള്ള. അവർ അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് തന്നെ ഒരു ഡൗട്ട് തോന്നി, എന്തുകൊണ്ട് ഇങ്ങനെ ലാഗ് ആക്കുന്നെന്നുള്ളത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം, ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇതിലിങ്ങനെ ഇരിക്കുക. ഞാൻ പറഞ്ഞു അതുകൊണ്ട് എന്താ കുഴപ്പം, അല്ല ഒരു അരമണിക്കൂറുടെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അരമണിക്കൂർ കഴിഞ്ഞ പിന്നെ പ്രോഗ്രാം തീരുക, അപ്പോഴേക്ക് ഒരു പിന്നെ 10-15 മിനിറ്റ് ആൾക്കാർ പോവും. അത് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വേണ്ട, ഞാൻ പോവാ, എനിക്ക് നാളെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഓക്കെ, ഒരു പാട്ടുകൂടെ കഴിഞ്ഞിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അവർ വളരെ വിഷമിച്ച് ഒരു പാട്ട് കഴിഞ്ഞ് എനിക്ക് വേദി തന്നു. അവിടെ ഞാൻ അവതരിപ്പിച്ചത് സ്ത്രീധനവും ഈ സ്ത്രീധന പീഡനവും അതിന്റെ കൂടെ മയക്കുമരുന്നും കൂടെ മെർജ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഒരു 20 മിനിറ്റ്സ് ആയിരുന്നു. പക്ഷെ ദൈവകൃപയാൽ അത് സക്സസ് ആയി. അതിന്റെ സംഘാടകൻ സ്റ്റേജിൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, സന്ധ്യ ചെയ്യുമെന്ന് എനിക്കറിയാം, പക്ഷെ ഐ എം സോ സോറി, ഒരു 15-20 മിനിറ്റ് സ്റ്റേജ് സന്ധ്യക്ക് വിട്ടു തന്നിട്ട് സന്ധ്യ ഇവിടെ എന്താ കാട്ടിക്കൂട്ടാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അപ്പൊ എല്ലാവർക്കും ഒരു വിഷമം, ആൾക്കാർ വളരെ എൻജോയ് ചെയ്തിരിക്കുന്നു. ഈ എന്റെ ഒരു പ്രോഗ്രാം കൊണ്ട് എല്ലാവരും ഇറങ്ങിപ്പോയെങ്കിൽ പിന്നെ ഇവര് തിരിച്ചു വരത്തില്ല. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ആ സ്റ്റേജിൽ ചെയ്തത് എനിക്ക് ഭയങ്കര ഒരു എൻകറേജ്മെന്റ് ആയിരുന്നു. ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് കിട്ടി. ഒരുപാട് പേര് അത് കഴിഞ്ഞപ്പോൾ എന്നെ നേരിട്ട് ഒന്ന് പരിചയപ്പെട്ടു. എന്നിട്ട് പറഞ്ഞത് ഹൃദയത്തിൽ എനിക്ക് അതാണ് വേണ്ടത്. ആൾക്കാര് വേദിയിൽ ഇരിക്കുന്ന ഒരാളോ 2 പേരോ 10 പേരോ 1000 പേരോ എന്നുള്ളതല്ല, ഒരാളുടെ മനസ്സിലെങ്കിലും ഒരു കനൽ ഇട്ട് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചെങ്കിൽ, കനൽ ഒരു തരി മതി, അതൊരു കാട്ടുതീയായിട്ട് പടരുന്ന പറയുന്നത്. ആ ഒരു കനൽ എനിക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയെങ്കിൽ എന്റെ ആ ഒരു പെർഫോമൻസ് വിജയിച്ചു എന്നുള്ളതാണ്. അപ്പൊ അന്നത്തെ സ്റ്റേജിൽ എനിക്കതൊരു 100% ഒരു സക്സസ് ആയിട്ട് എനിക്ക് തോന്നിയത്. കാരണം ആൾക്കാർ അതുപോലെ അത് ഏറ്റെടുത്തു. അവർ പറഞ്ഞു, പലരും കരഞ്ഞു, അത് കണ്ടിട്ട് പലരും കരഞ്ഞു. അപ്പം അത് അവരുടെ ഉള്ളിൽ അത് കയറി എന്നുള്ളതിന്റെ ഒരു ഇതെനിക്ക് കിട്ടി. അതോടെ ഞാൻ എന്ത് ചെയ്തു, എന്റെ തട്ടൊക്കെ ഇതാണ്. കാര്യം നമുക്ക് ആരെ പറ്റിയും ചിന്തിക്കണ്ട, ഒരു ഡയലോഗ് മറന്നു പോയെന്ന് വിചാരിച്ചിട്ട് നമ്മള് ഇങ്ങനെ നിൽക്കണ്ട. കാര്യം എന്റെ ഡയലോഗിന്റെ ബാക്കി പറയാൻ ആളില്ല, കാര്യം ഞാൻ തന്നെയാണ് അതിനകത്ത് ഫുൾ ക്യാരക്ടർ. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ അപ്പോഴപ്പോ വരുന്നത് എനിക്ക് പറയാൻ പറ്റും. അങ്ങനെ ഞാനൊരു 10-12 വേദികളിൽ ദുബായിലും അബുദാബിയിലും ഷാർജയിലുമായിട്ട് പല വിഷയങ്ങൾ എടുത്തു. ഡ്രഗ് എടുത്തു, സ്ത്രീധനം എടുത്തു, ആത്മഹത്യ പറ്റിയിട്ടുള്ള എല്ലാം സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെസ്സേജ്. ശരിക്കും പറഞ്ഞ ഒരു സോഷ്യൽ അവയർനെസ് ആണ്. ഇപ്പൊ ഒരു സമൂഹം ഈ ഒരു സ്ത്രീധന പീഡനത്തിനെ പറ്റി ഒരു നാടകം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിൽ ഒരു തോന്നൽ വരികയാണ്, സത്യമല്ലേ, നമ്മൾ എന്തിനാണ് എന്റെ കുഞ്ഞിന് എന്റെ ആൺകുട്ടിക്ക് എന്തിനാണ് ഞാൻ സ്ത്രീധനം ചോദിക്കുന്നത്, എന്റെ പെൺകുഞ്ഞിന് എന്ത് കുറവുണ്ടായിട്ട് അവർക്ക് സ്ത്രീധനം കൊടുക്കുന്നത്, ഈ ഒരു തോന്നൽ നമുക്ക് ഇട്ടുകൊടുക്കാനായിട്ട് പറ്റി.
അപ്പം ഇതുപോലെ തന്നെ മയക്കുമരുന്ന്, എന്തുകൊണ്ടാണ് കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെടുന്നത്, എപ്പോഴാണ് കുട്ടികൾ മയക്കുമരുന്ന്, ഇതൊക്കെ പറഞ്ഞു വന്നാൽ ഒരു ദിവസം കൊണ്ടൊന്നും തീരില്ല, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷെ ഇതൊക്കെയാണ് നമ്മുടെ കൺസെപ്റ്റ്. ആത്മഹത്യ, ഒരാൾ പെട്ടെന്ന് ഓടിപ്പോയി ഒരു രസത്തിന് ആത്മഹത്യ ചെയ്യില്ല. ആത്മഹത്യ ചെയ്യാനായിട്ട് പല പല കാരണങ്ങളുണ്ട്. അതിനകത്തുനിന്ന് നമ്മൾ അവരെ രക്ഷപ്പെടുത്താനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. അപ്പം ഇതിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് സമൂഹത്തിൽ നിന്ന് മാറ്റേണ്ട സാമൂഹികപരമായിട്ടുള്ള ചട്ടക്കൂടുകളെ പൊട്ടിച്ചെറിയേണ്ട കാര്യങ്ങൾ, അതുപോലെ കുറെ ആവശ്യമില്ലാത്ത കുറെ കടന്നുകൂടുതൽ സമൂഹത്തിലുണ്ട്. ഇതൊക്കെ മാറ്റാൻ അപ്പൊ ഞാൻ ആലോചിച്ചു, എങ്കിൽ പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ഒറ്റയാളായിട്ട് അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ചു. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെറിയ എന്തെങ്കിലും ഒരു ഇത് നമ്മളെ കാണിക്കും. പലർക്കും ചിലപ്പോൾ ഈ നമ്മുടെ സന്ധ്യ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏകാംഗ അഭിനയം എന്താണെന്നൊക്കെ ഒരു ഡൗട്ട് ഉള്ളവരുണ്ടാവുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കും നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്. ഞാൻ ആക്ച്വലി പ്രിപ്പയർഡ് അല്ല, എങ്കിൽ പോലും ഞാനിപ്പോ അടുത്ത് ഞാൻ കൂടുതലും അറിയാലോ, ഞാൻ നമ്മൾ ചെവിയിൽ കേൾക്കുന്ന കണ്ണിൽ കാണുന്ന വിഷയങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു സംഭവമായിരുന്നു നമ്മുടെ എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ ഒരു അല്ലേ. തീർച്ചയായിട്ടും. അപ്പം അതില് നമ്മളൊരു യാത്ര എന്ന് പറയുമ്പോൾ പല പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൽ സന്തോഷത്തോടെ യാത്ര ചെയ്യുന്നവരുണ്ട്, ആകാംക്ഷയോടെ യാത്ര ചെയ്യുന്നവരുണ്ട്, ഹൃദയം നുറുങ്ങി യാത്ര ചെയ്യുന്നവരുണ്ട് അല്ലെ. ഒരുപാട് രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ എയർപോർട്ടിൽ കാണുന്നത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വന്ന ആൾക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ നമ്മൾ കണ്ടു. അപ്പം ഞാൻ അതിനെ ആസ്പദമാക്കിയിട്ട് ഞാൻ ഒരു ക്യാപ്സൂൾ കേട്ടോ, വലിയ കാര്യമായിട്ടൊന്നും അല്ലെങ്കിലും ഒന്ന് ഞാൻ അവതരിപ്പിക്കാനായിട്ട് ട്രൈ ചെയ്യാവേ. കുറ്റങ്ങളൊക്കെ ഉള്ളതൊക്കെ ക്ഷമിച്ചേക്കണം കേട്ടോ. തീർച്ചയായിട്ടും ഞങ്ങൾ കട്ട സപ്പോർട്ടാണ്. അമ്മ വിഷമിക്കല്ലേ, കരയില്ലേ അമ്മ, ഞാൻ എയർപോർട്ടിലുണ്ട്. അമ്മ ഫ്ലൈറ്റ് ഉടനെ ഉണ്ട്, ഞാൻ എയർപോർട്ടിലെത്തി. ഇല്ലമ്മ, അച്ഛനൊന്നും സംഭവിക്കില്ല അമ്മ, വിഷമിക്കല്ലേ, കരയല്ലേ അമ്മ, ഞാൻ ഇപ്പൊ എത്തും, ഇവിടുന്ന് കയറിയല്ലോ, ഒരു 4 മണിക്കൂർ അല്ലേ ഉള്ളൂ അമ്മ വിഷമിക്കാതിരിക്കും, ഞാൻ കൂടെ ഉണ്ട്, അച്ഛനൊന്നും സംഭവിക്കില്ല. എല്ലാരും അവിടെ ഇല്ലേ? ഡോക്ടറോട് ഞാൻ സംസാരിക്കണോ? വിഷമിക്കണ്ട അമ്മ, ഒരു മിനിറ്റ്, ഒരു അനൗൺസ്മെന്റ് അമ്മ ഒരു മിനിറ്റ്. എന്താ, ഫ്ലൈറ്റ് ക്യാൻസൽ ആയോ? ഇതെന്തായി പറയുന്നേ? ക്യാൻസൽ ആയോ ഫ്ലൈറ്റ്? അപ്പൊ ഈ ഫ്ലൈറ്റ് നമുക്ക് പോകാൻ പറ്റില്ല? ഇതെന്തായി പറയുന്നത്? എനിക്ക് വീട്ടിൽ പോകണം, എന്റെ അച്ഛൻ ICUവിൽ കിടക്കുക, എനിക്ക് പറ്റത്തില്ല, എനിക്ക് പോകണം. ആരെയാ കാണണ്ടേ പറയൂ. നിങ്ങൾ എന്തായി പറയുന്നത്? ഈ ഫ്ലൈറ്റിൽ വരാനാണ് ഞാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്നത്, എന്റെ അച്ഛൻ ICUവിൽ കിടക്കുക, അവസാനമായിട്ട് എനിക്കൊന്ന് കാണണം. ഡോക്ടർ പറഞ്ഞത് 24 മണിക്കൂർ തികക്കില്ലെന്ന്. എനിക്ക് എന്റെ അച്ഛനെ കാണാൻ പോകണം. നിങ്ങൾ ഇങ്ങനെ പറയല്ല. എന്തെല്ലാം അപ്രതീക്ഷയോട് കൂടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. എന്നെ കാത്തൊരു കുടുംബം നാട്ടിലിരിക്കും. എന്റെ അച്ഛനെ കാണണം, എനിക്ക് അവസാനമായിട്ട് ജീവനോട് എന്റെ അച്ഛനെ എനിക്ക് ഒന്ന് കാണണം. നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് കയറ്റിവിടും. ഉടനെ അടുത്ത ഫ്ലൈറ്റെങ്കിലും നിങ്ങൾക്ക് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഇവിടെ കൂടിയിരിക്കുന്ന ഇത്രയും ജനങ്ങളെ നോക്ക്, ഓരോരുത്തരും ഓരോ ആവശ്യങ്ങൾക്ക് പോകുന്നതല്ലേ. കേക്ക്, അദ്ദേഹത്തിന്റെ അമ്മ മരിച്ചിട്ട് പോകുന്നു, അവസാനമായിട്ട് കാണാൻ ആഗ്രഹം ഉണ്ടാവില്ലേ? ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരും ഇതുപോലെ ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് സങ്കടത്തിലും പോകുന്നവരാണ്. നിപ്പിലും ഞങ്ങളെല്ലാവരും എയർപോർട്ടിൽ വന്നതല്ലേ, നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഞങ്ങൾ നേരത്തെ ഒന്ന് അറിയിക്കാമായിരുന്നില്ലേ? മറ്റെന്തെങ്കിലും ഞങ്ങൾ അറേഞ്ച് ചെയ്യത്തില്ലേ? ഇവിടെ വന്നിട്ട് എല്ലാം റെഡി ആയിട്ട് ഈ ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾ പറയാം ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യുക? എനിക്ക് എന്റെ അച്ഛനെയും കാണണ്ടേ? ആരോട് പറയും? ഇത് എല്ലാ കാലത്തും ഇതുള്ളതാണ്. പ്രവാസികളാ നാടിന്റെ നട്ടല്ല, സാമ്പത്തിക വ്യവസ്ഥയുടെ നട്ടലുകളാന്നൊക്കെ പറയാൻ എളുപ്പമാ. പ്രവാസികൾ എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾക്കൊരു കൈത്താങ്ങാനായിട്ട്? ആരെങ്കിലും? എനിക്കറിയില്ല എന്റെ അച്ഛന് സംഭവിക്കാൻ പോണത് എന്താന്ന്. ഞാനിനി ഒന്നും പറയണില്ല, പറഞ്ഞെടുത്ത് വെച്ച് കാണട്ടെ, പറഞ്ഞിട്ടും കാര്യമില്ല. ഞാനിങ്ങനെ ലയിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ശരിക്കും ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് തന്നെയാണ്. ശരിക്കും നമ്മൾ പ്രവാസികളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ എൻ്റെ ഫാദർ ഇൻ ലോ മരിച്ചപ്പോഴും എയർ ഇന്ത്യ ഞങ്ങള് കുറച്ചും കൂടെ ആ ഒരു 4 hours ലേറ്റ് അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഡാഡിനെ കാണാൻ പറ്റുന്നു. അത് എന്നും ഞങ്ങളുടെ മനസ്സിലൊരു വിഷമമായിട്ടിരിക്കാം. പ്രത്യേകിച്ച് അത് പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കരമായിട്ട് തന്നെ അത് ഹേർട്ട് ചെയ്തതാണ്. കാര്യം ഇത് ഞാൻ ഒട്ടും പ്രിപ്പയർ അല്ല. എനിക്കറിയാം, ജസ്റ്റ് നമ്മൾ ഒരു 20-25 മിനിറ്റ്സിൽ എടുക്കേണ്ട ഒരു ടോപ്പിക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി അവതരിപ്പിച്ചതേ ഉള്ളൂ. കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ഉണ്ടാവും കേട്ടോ. ഒന്നുമില്ല, ഭയങ്കരമായിട്ട് ഞാനിങ്ങനെ മുഖത്തിങ്ങനെ നോക്കി നിൽക്കായിരുന്നു. അപ്പൊ ആ ഒരു വിഷമം ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ, സന്ധ്യ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫീല് നമ്മുടെ ഉള്ളിൽ അറിയാതെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ലയിച്ചു പോകും. ഇതൊക്കെ നമ്മളെ വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാര്യം ഞാനിത് ആസ്പദമാക്കിയത് ഒരു പെൺകുഞ്ഞ്
അവളുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റിയില്ല. വാർത്ത കേട്ടില്ലേ? അവളുടെ ഹസ്ബൻഡിനെ അവസാനമായിട്ടൊന്ന് കാണാൻ പോകാൻ പറ്റിയിട്ട് അവൾക്ക് കാണാൻ പറ്റില്ല. ഞാൻ ആ ടോപ്പിക് അങ്ങ് മാറ്റിയിട്ട് വീണ്ടും ഒരു വേദന, ഇത് കാണുന്ന ആർക്കും ഒരു വേദന തോന്നലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് അച്ഛനെന്ന് ഇതാക്കിയത്. എന്നെ വളരെയധികം വേദനിപ്പിച്ചു. നമ്മള് ഓരോ സാഹചര്യം വരുമ്പം നമ്മൾ ഒരു സെക്കൻഡ് അവരിലേക്ക് ഒന്ന് ഇറങ്ങി ചെന്നിട്ട് ആ സിറ്റുവേഷൻ നമ്മളാണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. തീർച്ചയായിട്ടും. അല്ല, ഈ പ്രാവശ്യത്തെ എയർ ഇന്ത്യനെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ ഒരു മെയിൽ അയച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഒരു മെസ്സേജ് മാത്രം അയച്ചാൽ മതിയായിരുന്നു. അവിടെ അത് ഈ പറയുന്ന പലരും ആ വേറൊരു നെക്സ്റ്റ് ഓൾട്ടർനേറ്റീവ് അത് അവർ ചൂസ് ചെയ്തത് ചെയ്തേനെ. ഈവൻ ഓഫ് കോഴ്സ് നമുക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വരും, എങ്കിൽ പോലും സാമ്പത്തികത്തിൽ കഴിഞ്ഞും വലിയ കുറെ കാര്യങ്ങളുണ്ട്. ആ ഒരു സമയത്ത് അല്ലെ, ആ സമയത്ത് നമ്മളൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ എയർ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു വലിയ വീഴ്ച. പക്ഷെ ഇതൊക്കെ നമ്മൾ ആരോട് പറയും? അപ്പൊ ഞാൻ ചെയ്യുന്നത് ഇതാണ്, എന്റെ ഒരു അമർഷം. ആക്ച്വലി ഇത് സമൂഹത്തെ എന്താ പറയുക, ഇതെല്ലാം നേടിയെടുക്കാനോ അല്ലെ എല്ലാവരും, അതല്ല, എന്റെ അമർഷമാണിത്, എന്റെ പ്രതികരണമാണിത്. എനിക്ക് ഈ രീതിയിൽ എനിക്ക് പ്രതികരിക്കാൻ പറ്റില്ല. അത് എനിക്കിപ്പോ എയർ ഇന്ത്യക്കെതിരായിട്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. എനിക്കിപ്പോ എല്ലാവരോടും വന്നിട്ട് എയർ ഇന്ത്യയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യരുത്, ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. പക്ഷെ എന്റെ അമർഷം എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു വേദി എന്ന് പറയാൻ ഇതാണ്. പക്ഷെ അതിൽ ഞാൻ വളരെ ഇമോഷണൽ ആയി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനത് ഞാനത് ചെയ്യുമ്പം അത് എന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഞാൻ വല്ലാണ്ട് അങ്ങ് അതിലേക്ക് കൂടുതൽ അങ്ങ് ഇമോഷണൽ ആയി. അല്ല, അതുകൊണ്ട് തന്നെയാണ് എനിക്കൊന്ന് സന്ധ്യ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതുകൊണ്ടാണ് അപ്പുറത്തിരിക്കുന്ന സൈഡിൽ ഇരിക്കുന്ന ആൾക്കും അത് വല്ലാണ്ട് ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നത്. എന്തായാലും ഇതുപോലെ ഒത്തിരി ഒത്തിരി സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള മെസ്സേജുകൾ ഇങ്ങനെ ഇനിയും പാസ് ചെയ്യാനാവട്ടെ. അതുപോലെ തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, സന്ധ്യക്ക് ഈ ഒരു കോവിഡിന്റെ ടൈമിൽ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അവസ്ഥ ഉണ്ടാവുകയുണ്ടായി. ഇന്നിപ്പോ നമ്മളെ സംബന്ധിച്ച് പലരും അത് ഫേസ് ചെയ്യുന്നതാണ് വിസ തട്ടിപ്പ് എന്ന് പറയുന്നത്. ഒന്നും അറിയാത്ത സന്ധ്യ 10-14 ദിവസമാണ് ഇവിടുത്തെ ജയിലിൽ കിടന്നത്. ആ ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ വിസ തട്ടിപ്പിന് ഇരയാകുന്നവർക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കേണ്ടത്? ആക്ച്വലി അതൊരു വല്ലാത്ത ഒരു സംഭവമായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞ 23 വർഷമായിട്ട് ദുബായിൽ ജീവിക്കുന്ന ആളാണ്. 15 വർഷമായിട്ട് ഞാൻ സ്വന്തമായിട്ട് ക്ലിനിക്ക് റൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള എനിക്ക് അത്യാവശ്യം വിദ്യാഭ്യാസവും വിവരവും ഇവിടുത്തെ നിയമങ്ങളും ഒക്കെ അറിയാം. പക്ഷെ ഇന്ന് വരെ ഒരു റോഡ് പോലും നമ്മൾ തെറ്റായ രീതിയിൽ ക്രോസ് ചെയ്തിട്ടില്ല. അത്രയ്ക്ക് നമ്മൾ നിയമങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മളൊരു രാജ്യത്തായിരിക്കുമ്പോൾ ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി ടു ഒബേ ദ റൂൾസ്, ഫോളോ ദ റൂൾസ് എന്നുള്ളത് അത് മുറുകെ പിടിക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് പറ്റിയ ഒരു വലിയൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു ആപത്തെന്ന് വേണമെങ്കിൽ പറയാം. കോവിഡ് കഴിഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞില്ല, എന്റെ ക്ലിനിക്ക് ഞാൻ ക്ലോസ് ചെയ്ത് വിത്തിൻ 1 മന്ത് കൂടെ നമുക്ക് ഗ്രേസ് പീരീഡ് കിട്ടും. അത് കഴിഞ്ഞ് ദുബായിൽ നിൽക്കണമെങ്കിൽ ഒരു വിസിറ്റ് വിസ എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒരു വിസയിലേക്ക് ജോബിൽ കയറണം. അപ്പൊ ഞാൻ അറിയാമല്ലോ, ഞാൻ ഡെർമറ്റോളജി ഫീൽഡാണ്. ആ സമയത്ത് ക്ലോസ് കോൺടാക്ട് വർക്കുകളൊന്നും പറ്റുന്നില്ല. അങ്ങനെയാണ് ഞാൻ എന്റെ ക്ലിനിക്ക് തന്നെ ക്ലോസ് ചെയ്തത്. അപ്പൊ അത് വളരെ ഡൗൺ ആയിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ച് എനിക്ക് ആകെ അറിയാവുന്ന ജോബ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രൊഫഷനാണ്. അതല്ലെങ്കിൽ പിന്നെ ഈ പരിപാടിയാണ്, ഈ ആങ്കറിങ്ങും ന്യൂസ് വാർത്ത വായനയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി എന്നെ അപ്രോച്ച് ചെയ്തു. അവർക്ക് ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് ആളെ വേണമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് ഇവന്റ് ഒക്കെ കുറവാണ്, എങ്കിൽ പോലും എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, നാളെ ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷ. അതിലൊരു മുന്നൊരുക്കമായിട്ടാണ് അവരുടെ ഫ്രണ്ട് ഓഫീസ് മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്തത്. അറിയാലോ, ആ സമയത്ത് കോവിഡ് ആയതുകൊണ്ട് ഒറ്റ തവണ മാത്രമേ ഞാൻ അവരുടെ ഓഫീസിൽ പോയിട്ടുള്ളൂ. ബാക്കിയുള്ള മീറ്റിംഗ്സും കാര്യങ്ങളും എല്ലാം നമ്മളുടെ സൂം മീറ്റിംഗ്സ് ആയിരുന്നു. അതുപോലെ വർക്ക് അറ്റ് ഹോമും ആയിരുന്നു. എനിക്ക് സ്ഥിരമായിട്ട് ഓഫീസിൽ പോകേണ്ട ആവശ്യവും വന്നിട്ടില്ല. അങ്ങനെ ഒരു ഏപ്രിൽ 23-നാണ് എനിക്ക് വിസ എടുക്കുന്നത്. എവറിത്തിങ് പ്രോപ്പർ ചാനൽ. ലേബർ കാർഡ് കിട്ടി, അത് കഴിഞ്ഞ് ആദ്യം ലേബർ കോൺട്രാക്ട് സൈൻ ചെയ്തു, ലേബർ കാർഡ് കിട്ടി, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ ചെയ്യുന്നു, വിസ കിട്ടുന്നു, എമിറേറ്റ്സ് ഐഡി കിട്ടുന്നു, എവറിത്തിങ് പ്രോപ്പർ. അത് കഴിഞ്ഞിട്ട് ഒരു 2 മാസം, ഏപ്രിൽ 23-ന് വിസ അടിക്കുന്നു, മെയ് ആയി ശമ്പളം ഇല്ല, ജൂൺ ആയി ശമ്പളം ഇല്ല. ഇവരോട് എനിക്കിട്ട് ശമ്പളം ചോദിക്കാനും മടി. വീട്ടിൽ ചുമ്മാ ഇരിക്കുന്നത് ഞാനെന്തിനാ ഇവർക്ക് ശമ്പളം ചോദിക്കുന്നത്? നമ്മളൊരു സ്ഥാപനം നടത്തിയാളാകുമ്പോൾ നമുക്കറിയാം ഒരാൾക്ക് ശമ്പളം കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചോദിക്കുന്നൊരു മാന്യതയുണ്ട്. ഇത് വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് എനിക്ക് ശമ്പളം എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു മര്യാദ വേണ്ട. പക്ഷെ നമുക്ക് സാലറി ഇല്ലാതെ പറ്റില്ല. നമ്മളിവിടെ റെന്റ് കൊടുക്കണം, നമുക്ക് ജീവിക്കണം, എല്ലാത്തിനും നമുക്ക് പൈസ വേണം. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാൻ ആ സമയത്ത് പയ്യെ കോവിഡിന്റെ ഒരു ഇത് മാറി പയ്യെ ബൂം ആവാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ജുമൈറയിൽ ഒരു നല്ലൊരു ക്ലിനിക്കിൽ ലേസർ തെറാപ്പിസ്റ്റ് ആയിട്ട് ഒരു ഓഫർ കിട്ടി. ഞാൻ അവിടെ പോയി ഇന്റർവ്യൂ എല്ലാം പാസ്സായി, എനിക്ക് അവിടെ ജോലിയായി. അപ്പോൾ അവർ പറഞ്ഞൊക്കെ നമുക്ക് എല്ലാം ചേഞ്ച് ചെയ്യണം പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരോട് പറഞ്ഞു, ഒക്കെ എനിക്ക് ജോലി കിട്ടി. അവരെന്നോട് ഒരു കാര്യം പറഞ്ഞു, മാം ഞങ്ങളുടെ ഈ ശമ്പളം കുടിശ്ശികയൊന്നും ഒരു നല്ല എമൗണ്ട് വരുവേ തരാമെല്ലാം. ഒന്നും വേണ്ട, എൻ്റെ വിസ നിങ്ങളത് ക്യാൻസൽ ചെയ്താൽ മതി, ഞാൻ എങ്ങനെ രക്ഷോട്ട് വെക്കോളാം. അങ്ങനെ വന്നപ്പോൾ അവരെനിക്ക് ലേബർ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തു തന്നു. അപ്പം വിസ ക്യാൻസൽ ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ല. അപ്പം എന്താ പറ്റിയ വിസ ക്യാൻസൽ? ഞങ്ങളുടെ കാർഡ്, ഒരു എമിഗ്രേഷൻ കാർഡ് ഉണ്ടല്ലോ, ആ കാർഡ് ബ്ലോക്ക് ആയി പോയി മാം. അതുകൊണ്ട് നിങ്ങൾ ജാഫ്ലിയയിൽ പോയാൽ, ലേബർ കാർഡ് ക്യാൻസൽ ആയതുകൊണ്ട് ജാഫ്ലിയയിൽ പോയി കഴിഞ്ഞാൽ
വിസ ക്യാൻസൽ ചെയ്ത് തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനൊരു വലിയ യാത്രയുടെ തുടങ്ങി. ഞാൻ അറിയുന്നില്ല കേട്ടോ അതൊരു വലിയ യാത്രയുടെ തുടക്കമാണെന്നുള്ളത് ഞാൻ അറിയുന്നില്ല. ഞാൻ ജാഫ്ലിയയിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇതിവിടെയല്ല, നേരെ അവീറിൽ വിട്ടോളാൻ. അപ്പൊ ഈ അവീറിൽ നിന്ന് ഞാൻ കേട്ടിട്ട് പോലും 23 വർഷം ഞാൻ ദുബായിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഐ വാസ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഷെൽ. എനിക്ക് ആകെ അറിയാവുന്നത് റിഗ ഏരിയയും ഈ കരാമ ഏരിയ റെസ്റ്റോറൻറ്റ്സ് ഉള്ള കുറച്ച് ഏരിയകള് ഈ ഫുഡ് കഴിക്കാൻ പോലോ, അല്ലാതെ എനിക്ക് വലിയ ഈ ദുബായിയെ പറ്റി വലിയ പരിചയങ്ങളൊന്നുമില്ല. അവര് പോണെന്ന് പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് നേരെ അവര് പോവാം. അവർ ചെന്ന് വളരെ അത് അവിടെ എന്താ സംഭവം എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ വളരെ കൂളായിട്ട് നേരെ ചെന്ന് അവിടുത്തെ പോലീസ് ഓഫീസിന്റെ ഹെഡിൽ കയറി ചെന്ന് നോക്ക് ചെയ്ത് അകത്ത് എന്ന് പറഞ്ഞു സാർ എൻ്റെ ലേബർ ഇത് കഴിഞ്ഞു, വിസ ക്യാൻസലാക്കാൻ പറ്റുന്നില്ല, അവരൊക്കെ ബ്ലോക്കായി, കാർഡ് ബ്ലോക്കായി, സോ എനിക്കിന്ന് ക്യാൻസലാക്കി തരണം. എന്ത് കൂളാ. അപ്പോഴും കെണി മനസ്സിലാവുന്നില്ല. ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ എന്റെ അടുക്കൽ പെട്ടെന്ന് ഈ പാസ്പോർട്ട് മേടിച്ചിട്ട് എന്റെ അടുക്കൽ വന്നു. 6 പേരോളം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വെൽ ഇതായിട്ടുള്ള അറിയാലോ ഇവിടുത്തെ CID വന്നു. ഞാൻ വളരെ ഇതുപോലെ തന്നെ വളരെ നമ്മളിപ്പോ എങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നു ഇതേ രീതിയിൽ അവിടെ ഇരുന്ന് അവരോടും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് എല്ലാം പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് അവരെന്നോട് ചോദിച്ചു വിസയ്ക്ക് പൈസ കൊടുത്തു ചോദിച്ചു. ഞാൻ പറഞ്ഞു വിസയ്ക്ക് പൈസ കൊടുത്തില്ല, എനിക്ക് സാലറി തരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടുന്ന് ജോലി മാറുന്നത്. ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ്. ഈ റിപ്പീറ്റ് ചെയ്ത് ഇവർ 2-3 തവണ തിരിച്ചും മറിച്ചും വിസയ്ക്ക് കാശ് കൊടുത്തോ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു ഓക്കെ അപ്പുറത്ത് പോയി ഡീറ്റെയിൽസ് കൊടുത്തിട്ട് പൊക്കോ, വിവരം പിന്നീട് അറിയിക്കും പറഞ്ഞു. ഞാൻ വീണ്ടും മറ്റേ പോലീസ് ഓഫീസർ എടുക്കാൻ വരുമ്പോൾ അവരോട് ചോദിച്ചു ഈ കമ്പനി പൂട്ടിപ്പോയി, ഇങ്ങനെ ഒരു കമ്പനി ഇല്ല നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞു ഇതൊന്നും എനിക്കറിയില്ല, കാര്യം മാർക്കറ്റ് പോകുമായിരുന്നു, ഞാൻ ഒരു തവണ എവിടെ പോയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പുറം നിങ്ങൾ പോയത് എവിടെ? ഞാൻ പറഞ്ഞു അത് ഇന്ന സ്ഥലത്താണ്. അപ്പം അങ്ങനെ അത് അവരുടെ കമ്പനി അല്ല. ഇത് ആക്ച്വലി ഈ മായ കമ്പനി നമുക്ക് പറയാൻ വേണമെങ്കിൽ അങ്ങനെ ഒരു കമ്പനി ഇല്ല. ആക്ച്വലി അതൊരു വിസ തട്ടിപ്പ് കമ്പനിയായിരുന്നു. അവർക്ക് വേണ്ടിയിരുന്നത് അത്യാവശ്യം സംസാരിക്കാൻ ലാംഗ്വേജസ് അറിയണം, കുറച്ച് സ്മാർട്ട് ആയിരിക്കണം, ഇവിടുത്തെ കുറെ വർഷത്തെ എക്സ്പീരിയൻസ് ആയിരിക്കണം. അങ്ങനെയൊക്കെ നോക്കിയപ്പം എന്നെ കിട്ടി. ഞാൻ പെട്ടുപോയി. പക്ഷെ ലൈഫിലെ ശരിക്കും ഒരു തിരിച്ചറിവ് സംഭവം തന്നെ. എന്താ പറയാ, നമ്മുടെ ഈ ഒരു ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിട്ട് പോലും ഇതൊന്നും മനസ്സിലാവാതെ അതിൽ നിന്നാണ് ഇപ്പൊ ശരിക്കും വിസ തട്ടിപ്പിന് ഇരയായവരുടെ ആ ഒരു വിഷമം മനസ്സിലാവുന്നത്. ആ ഒരു 14 ദിവസം ജയിലിൽ നിന്നിട്ട്. അതെ, അത് വാസ്തവമാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു വർഷം അതിന്റെ പുറകെ ഓടി നടന്നു. എനിക്ക് അവർക്ക് 3 മാസം സമയം തന്നു ഈ ലേബർ വിസ അടിക്കാൻ. എനിക്ക് എവറിത്തിങ് ഓഫർ ലെറ്റർ വരെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ലേബർ കാർഡ് ക്യാൻസൽ ആവാതെ പുതിയ ലേബർ കോൺട്രാക്ട് അടിക്കാൻ പറ്റില്ല. ഇതൊരു കുരുക്കാണ്, പലർക്കും അറിയാൻ മേലാത്തൊരു കുരുക്കാണിത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പൊ പ്രത്യേകിച്ച് നാട്ടിൽ ബന്ധുക്കളൊക്കെ നാട്ടിൽ നിന്നൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ വിസ തട്ടിപ്പ് ഇപ്പോഴും ഉണ്ട്. അത് പ്രധാന ആൾക്കാർ മലയാളികളാണ്. വളരെ സങ്കടത്തോടു കൂടി എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രയും ഇവിടുത്തെ അറിവും വിവരവും ഉള്ള എനിക്കിത് പറ്റിയെങ്കിൽ ആർക്കും പറ്റാം. തീർച്ചയായിട്ടും ഇതൊരു വലിയ തട്ടിപ്പാണ്. അത് അവർ ചെയ്യുന്നത് കുറെ വിസ എടുക്കുന്നു, കുറെ വിൽക്കുന്നു, കുറെ ആൾക്കാരുടെ അവരോട് നിങ്ങൾ പോയി പണി ചെയ്തോളാൻ പറയും. എന്നിട്ട് ഇവരെന്ത് ഈ കമ്പനി പിന്നെ ഇല്ല, ഒരു 6 മാസം 8 മാസം കഴിഞ്ഞ് ഈ കമ്പനി ക്ലോസ് ചെയ്യും. ഇവരുടെ കയ്യിൽ 2 വർഷത്തെ വിസയും ലേബർ കോൺട്രാക്റ്റും എമിറേറ്റ്സ് ഐഡിയും എല്ലാം ഉണ്ടായിരിക്കും. ഈ പാവപ്പെട്ടവര് ഏതെങ്കിലും കാലത്ത് നാട്ടിൽ പോകാൻ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടുന്ന് നേരെ ബുക്കിയെടുത്ത് കൊണ്ടുപോകും. ഇവർക്ക് അറിയത്ത് പോലും ഉണ്ടാവില്ല ഇത് എന്ത് കാര്യത്തിലാണ് ഈ പോലീസ് പിടിച്ചിരിക്കുന്നത്. ഇവർക്ക് അറിയത്ത് പോലും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത് ഇങ്ങനത്തെ തട്ടിപ്പുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3-ാമത്തെ മാസം എത്തിയപ്പോഴും എന്റെ കാര്യത്തിലൊന്നും തീരുമാനമായില്ല. ലേബർ കോൺട്രാക്ട് ക്യാൻസൽ ആവുന്നില്ല. അവസാനം എനിക്ക് ഞാൻ എല്ലാം ഓക്കെ ആയി എന്ന് കരുതിയിരുന്ന സമയത്ത് എനിക്ക് കിട്ടിയത് 16 ദിവസം ഞാൻ എമിഗ്രേഷൻ കസ്റ്റഡി. അതാണ് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഓൾസോ ജയിൽ, അല്ലാതെ മറ്റേ കള്ളന്മാരെ അതുപോലെ പാർപ്പിക്കുന്നതല്ല. എമിഗ്രേഷൻ കസ്റ്റഡി നമുക്കറിയാം, എയർപോർട്ടിലൊക്കെ ആൾക്കാർ ഇതുപോലെ എമിഗ്രേഷൻ കസ്റ്റഡിയിൽ കഴിയും. അതുപോലെ തന്നെ അവീറില് എമിഗ്രേഷൻ കസ്റ്റഡിയിലായിരുന്നു ഞാൻ 16 ദിവസം. അവിടുന്ന് ഞാൻ ഫൈറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഇന്റൻഷൻ എന്താണെന്നും നമ്മുടെ ഉള്ളെന്താണെന്നും അറിയുന്ന ഒരാൾ ഉണ്ട്. ഞാനൊരു ദൈവവിശ്വാസിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന എല്ലാ രീതിയിലും പുറമേ ഇരിക്കുന്നവർക്ക് പുറക്കാഴ്ചകൾ മാത്രമേ അറിയുള്ളൂ. പക്ഷെ ദൈവം എന്നൊരാൾക്ക് മാത്രമാണ് നമ്മുടെ ഉള്ളെന്താണെന്ന് അറിയുന്നത്. അപ്പൊ അതിലെനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു. അപ്പൊ ഞാൻ ഒറ്റ പ്രാർത്ഥനയെ പ്രാർത്ഥിച്ചുള്ളൂ. ഞാൻ പ്രാർത്ഥിച്ചതാണ് എന്റെ ഇന്റൻഷൻ എന്താണെന്ന് അറിയാം, ഞാൻ ഇന്നസെന്റ് ആണെന്ന് നിനക്കറിയാം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാം, എന്നെ ഹെൽപ്പ് ചെയ്യാം. ഈ രാജ്യത്ത് അന്തസ്സോടെ തല ഉയർത്തിപ്പിടിച്ച് തിരിച്ചിറങ്ങാൻ എന്നെ സഹായിക്കുക. ഞാൻ ഐ ആം നോട്ട് ഡിസേർവ് ഇറ്റ്. കയ്യിൽ വിലങ്ങ് വെച്ച് എയർപോർട്ടിൽ കൊണ്ടിറങ്ങേണ്ട ഒരാളല്ല ഞാൻ. ഐ എം നോട്ട് ഡിസേർവ് ദാറ്റ്. സോ ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, എന്നെ സഹായിക്കുക. എനിക്കറിയില്ല, ഞാൻ ഒരിക്കൽ പോലും അതോർത്തിട്ട് കരഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു തവണയൊക്കെ കരഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ കയ്യിൽ വിലങ്ങൊക്കെ വെക്കുമ്പോൾ നമ്മൾ കരയില്ലേ, ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ. പിന്നെ ഞാൻ ഉള്ളിയൊക്കെ നോക്കി സത്യമാണോ ഇത്, ഞാൻ ആണോ? കാരണം നമ്മളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഇല്ലാത്തൊരു സംഭവമാണിത്. പിന്നെ എൻ്റെ മക്കളുടെ ഒരു ഭയങ്കര സപ്പോർട്ട്, എൻ്റെ ഹസ്ബൻഡിന്റെ സപ്പോർട്ട്. എൻ്റെ മൂത്ത മോന് അവനിപ്പോൾ 20 വയസ്സുണ്ട്.
എൻ്റെ മോനോട് ഞാൻ അവിടുന്ന് ജയിലിൽ നിന്ന് ഫോൺ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മോനു അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തെന്ന് മോന് തോന്നുന്നുണ്ടോ? അവൻ്റെ ഒരു എന്താ പറയുക, ഒരു മോട്ടിവേഷണൽ ഒരു വേർഡ് ഉണ്ടായിരുന്നു. അവനോട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ. അമ്മ, ഞങ്ങളുടെ അമ്മ ആരാന്ന് ഞങ്ങൾക്കറിയാം, അമ്മ ആരാന്നും അമ്മ എന്താന്നും അമ്മ എങ്ങനെയാന്നും ഞങ്ങൾക്കറിയാം. ഇത് അമ്മയുടെ മിസ്റ്റേക്ക് അല്ല, ഇത് ആരോ ചെയ്ത തെറ്റിന് അമ്മ പെട്ടുപോയതാണ്. സോ ഞങ്ങളുടെ അമ്മ ഒരു സൂപ്പർ വുമണാണ്, യു ക്യാൻ ഓവർകം ദിസ് എന്ന് ഒരു വേർഡ്. ആ ഒരു വേർഡിലാണ് എനിക്ക് ആ ഒരു, അതല്ല എൻ്റെ മകൻ നേരെ തിരിച്ച് എന്താ അമ്മ ഇത് നാണക്കേടാവുമല്ലോ, അമ്മ തിരിച്ചു പോരേണ്ടി വരുമോ എന്നെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ അവിടെ വെച്ച് ഞാൻ തീർന്നേനെ. പിന്നെ സന്ധ്യ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇല്ല, ഒരമ്മ ഇല്ല, അവിടെ കൊണ്ട് ഞാൻ തീർന്നേനെ. പക്ഷെ എൻ്റെ മോന്റെ ആ ഒരു 20 വയസ്സുള്ള ഒരു മോൻ എന്ന് പറയുമ്പോൾ അറിയാലോ, അത്യാവശ്യം കാര്യപ്രാപ്തിയുള്ള കുട്ടിയാണ്. അവന്റെ വാക്ക്, മൈ മദർ ഈസ് എ സൂപ്പർ വുമൺ, യു ക്യാൻ ഓവർകം ദിസ്, വി ആർ വെയിറ്റിംഗ് ഫോർ യു. ഈ ഒരു ഇതിലാണ് ഞാൻ ശരിക്കും ഇതായത്. അവിടുന്ന് തിരിച്ചിറങ്ങി ഫൈറ്റ് ചെയ്ത് എനിക്ക് തോന്നുന്നു, ഞാനാന്ന് തോന്നുന്നു ആ വീറിൽ പോയിട്ട് ജയിലിലൊക്കെ കിടന്നിട്ട് പുറത്തിറങ്ങിയ 99% അവിടുന്ന് ഡിപ്പോർട്ട് അടിച്ച് പോകേണ്ടതാണ്. എന്തായാലും നമ്മുടെ സന്ധ്യയുടെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും അത് കണക്കിലെടുക്കേണ്ടതാണ്. നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ പോലും വരുമ്പോഴും ഇവിടെ വന്ന് വിസയുടെ ഒരു പ്രോപ്പർ ചാനലൊക്കെ അന്വേഷിച്ചിട്ട് മാത്രം ഇങ്ങനത്തെ കുരുക്കുകളിലേക്ക് വീഴാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളത് ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ലേബർ കോൺട്രാക്ട്, അങ്ങനെയൊക്കെ കുറേ ഫോർമാലിറ്റീസ് ആണുള്ളത്. അപ്പോൾ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും വിസയെക്കുറിച്ചും അതിൻ്റെ ഓരോ പ്രൊസീജിയറെ കുറിച്ചും തീർച്ചയായിട്ടും അറിയേണ്ടതാണ്. നാട്ടിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ കൂടെ നിങ്ങൾ ഇതുപോലെ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ലൈഫും ഇതുപോലെ വല്ലാത്തൊരു ചതിക്കുഴിയിൽ പെട്ടുപോകാൻ വളരെയധികം ചാൻസുകളാണ് ഉള്ളത്. ചിലപ്പോൾ ആ ഒരു നൂൽപാലത്തിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇതൊരു അവയർനെസ് ആയിട്ട് എടുക്കുക, സന്ധ്യയുടെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ സന്ധ്യ ഇത്രയും തിരക്കിലും നമ്മുടെ കൂടെ വന്ന് ജോയിൻ ചെയ്യും, ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈം നമുക്ക് വേണ്ടി സമ്മാനിക്കുകയും ചെയ്യുന്ന ഒത്തിരി താങ്ക്സ്. ഇനിയും ഇതുപോലെ തന്നെ ഒത്തിരി സാമൂഹ്യ പ്രവർത്തനങ്ങളും കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള ഓരോ ഇഷ്യൂസിലും എല്ലാം ഒത്തിരി ആത്മാർത്ഥതയോട് കൂടെ ഫ്രണ്ടിലേക്ക് പോകട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നാളെ ഇനിയും ഒത്തിരി വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. Till then, it's Jomina Jabin and Sandhya signing off.